ഈ ആൾക്കാരെ വിമർശിക്കുകയും പിന്നെ പഴിയാരിക്കൊണ്ട് അവരെ ഓരോന്ന് രീതി ഇല്ലാത്ത രീതിയിലുള്ള സെൻസേഷണലിസം കാണിക്കുന്ന നല്ലല്ലോ പത്രപ്രവർത്തനം. നല്ല ഒരു ന്യൂസ്. അപ്പോൾ ശ്രീനിവാസൻ അത് പൈസ ഇത്രമാത്രം മാറ്റി മലേഷ്യയിലോ സിംഗപ്പൂരിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള റെക്കോർഡുകളും കേസുകളും ഒക്കെ ആയിട്ട് വന്നു. അപ്പം എൻ്റെയൊക്കെ പറഞ്ഞ് അതൊരു വാർത്ത കൊടുക്കാൻ ഒക്കുമെന്ന് ദിലീപ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് മോഹൻലാലും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒക്കുമോ, കാരണം പുള്ളിയുടെ പേര് ഏറ്റവും കൂടുതൽ എല്ലാ പല കാര്യങ്ങളിലും എന്നോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ്. അതിനുശേഷമാണ് അതുവരെ വളരെ അവശതയിലിരുന്ന ഇന്ത്യയുടെ ഒരു ചെറിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന എവിടെയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കൊക്കെ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ വീട്ടിലും ടെലിവിഷനുണ്ട്, ജീവിത നിലവാരമൊക്കെ. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫാണ്. ഗൾഫിലെ ഒരു ആവേശമായിരുന്നല്ലോ ആൾക്കാർ. കാരണം അതൊരു ഇതിഹാസമല്ലായിരുന്നു, ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമായിരുന്നു ആ സമയത്ത്. Dr. Isaac John Patanaparambil, a name respected across global journalism and diaspora communities. Over 42 years in media, 13,500 plus articles, the enduring pen storm of global business journalism. He's interviewed icons, Bill Clinton, Kalam, Modi, a Guinness World Record holder and a cultural bridge builder. His words have uplifted communities worldwide. A man of vision, a voice of impact. 45 വർഷത്തിലധികമായി മാധ്യമപ്രവർത്തന രംഗത്തുണ്ട്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തനത്തിൻ്റെ എവല്യൂഷനൊപ്പം സഞ്ചരിക്കാൻ സാറിന് കഴിഞ്ഞ ഒരാളാണ്. എങ്ങനെയാണ് ഈ മാറ്റത്തെ സാർ വിലയിരുത്തുന്നത്? നമ്മുടെ ഈ പ്രിന്റ് മീഡിയയുടെ ഒരു സൺസെറ്റ് ഇയേഴ്സാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രിന്റ് മീഡിയ. അപ്പം ഇപ്പോഴും എല്ലാം ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയാസ് ആണല്ലോ അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് സോഷ്യൽ മീഡിയ. അപ്പോൾ പ്രിന്റ് മീഡിയയുടെ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള സമയത്ത് അത് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരവസരം കിട്ടി. അന്ന് പിന്നെ ഈ എല്ലാ ആൾക്കാരും പത്രം വായിച്ചിരിക്കും. ഇന്ന് പത്രം വായന ഇപ്പം വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഞാൻ അവിടെ ഗൾഫിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഖലീജ് ടൈംസിൻ്റെ പേജസ് ഒരു സമയത്ത് 100 പേജൊക്കെ ഉണ്ടായിരുന്നു, ബ്രോഡ്ഷീറ്റ്, ഒരു 10-15 വർഷത്തിന് മുമ്പ് വരെ. ഇന്ന് അത് 16 പേജായിട്ട് ശുഷ്കിച്ചു. ഇന്ന് പത്രം പണ്ടാണെങ്കിൽ പത്രം കിട്ടാതെ രാവിലെ എല്ലാവരുടെയും മോർണിംഗ് റൂട്ടീനാണ് ഗൾഫ് ന്യൂസോ അല്ലെങ്കിൽ ഖലീജ് ടൈംസോ വായിക്കണമെന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല. അപ്പോൾ അതിന് വലിയൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിന്റ് മീഡിയയുടെ ഒരു സ്ലോ ഡെത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലാണ് അത് കൂടുതൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അതായിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോഴും കുറച്ച് ആൾക്കാർ പത്രം വായിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സർക്കുലേഷൻ അത്രമാത്രം കുറഞ്ഞിട്ടില്ല. നമ്മുടെ അവിടുത്തെ സർക്കുലേഷൻ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ ഇപ്പോൾ ഓഫ്സെറ്റ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ കൂടിയുള്ള ആൾക്കാരുടെ വ്യൂവർഷിപ്പ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നല്ല ഒരു പത്രപ്രവർത്തനം നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ആ സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി മാറി. ഇപ്പോൾ എല്ലാവരും പത്രക്കാരാണ്, എല്ലാം പത്രപ്രവർത്തകരാണ്. കാരണം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവരെല്ലാം അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, എല്ലാവർക്കും നല്ലോണം എഴുതാനും പറ്റി. നല്ല ഇപ്പം പിന്നെ എഴുതിനും ബുദ്ധിമുട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് വളരെ ഒരു അക്ഷരത്തെറ്റ് കൂടാതെ വ്യാകരണ പിശക് കൂടാതെ ഭംഗിയായിട്ട് എഴുതി തരുമത്. ഒരു കാര്യം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ അപ്പോൾ ആ പത്രപ്രവർത്തനം ഏകദേശം അസ്തമിച്ചു. പത്രപ്രവർത്തനം ഉണ്ടാകുന്ന ആ ഒറിജിനാലിറ്റി, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷന്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പരവോടുകൂടി അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് എന്ന് പറയാൻ പറ്റും. അല്ല, റിയലിസ്റ്റിക് അല്ല, കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആ പഴയ പത്രപ്രവർത്തകന് വേണ്ട ടാലൻറ്റിൻ്റെ ആവശ്യമില്ല ഇപ്പോഴും. ആർക്കും ആകാം, ആർക്കും ഒരു പത്രപ്രവർത്തനാകാം, ജേർണലിസ്റ്റ് ആകാം, റൈറ്റർ ആകാം, പോയറ്റാകാം. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കായംകുളത്തിരുന്ന് ഒരാൾ കണ്ട സ്വപ്നമാണ് US വഴി UAE-ലെത്തി നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി സാക്ഷാത്കരിക്കപ്പെട്ടോ ഈ ഒരു കായംകുളത്തുള്ള എൻ്റെ സ്വപ്നവും എൻ്റെ ഫാദറിൻ്റെ സ്വപ്നമൊക്കെ, എൻ്റെ അച്ഛൻ പുള്ളിയുടെ സ്വപ്നം ആദ്യം എന്നെ ഒരു ഡോക്ടറാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ SLCക്ക് അന്ന് വലിയ മാർക്കൊക്കെ മേടിച്ച് സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ
അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരുന്നു. പിന്നെ എന്നെ അപ്പോൾ പിന്നെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു. അത് സയൻസ് ഗ്രൂപ്പാണ് എടുത്ത്. അങ്ങനെ അവിടെ ട്രിവാൻഡ്രത്തുള്ള ഏറ്റവും നല്ലൊരു കോളേജാണ് ഇൻ്റർമീഡിയറ്റ് കോളേജ്, യൂണിവേഴ്സിറ്റി ഇൻ്റർമീഡിയറ്റ് കോളേജ് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് ആർട്സ് കോളേജ് എന്നാണ്. അവിടെ ആക്കി. ഇപ്പം അവിടെ കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ മുതലാണ് ഞാൻ വളരെ പുറത്തോട്ടൊരു സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് അവിടെ അങ്ങ് ഭയങ്കരമായിട്ട് ഉഴപ്പി. രാഷ്ട്രീയത്തിലോട്ടും വന്നു. പിന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ് താമസം. അപ്പോൾ അവിടെയും അപ്പോൾ എൻ്റെ ജീവിതം ഇതുവരെയുള്ള ചിട്ടയോടുകൂടിയുള്ള ജീവിതം അങ്ങ് മാറി അവിടെ. ഞാൻ അപ്പോൾ അങ്ങനെ എനിക്ക് 3rd ക്ലാസ്സേ കിട്ടിയുള്ളൂ. 3rd ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ സിസ്റ്റർ അത് എൻ്റെ കയ്യിൽ 2 വർഷമാണ്. അവൾ അതേപോലെ തന്നെ സ്കോളർഷിപ്പോടുകൂടി വന്ന് പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കിട്ടി. മെഡിക്കൽ കോളേജിൽ കിട്ടി. അവൾ ഡോക്ടറായി. അപ്പോൾ ആ സ്വപ്നം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ എന്ത് ചെയ്തു, കായംകുളത്തുള്ള MSM കോളേജുണ്ട്. പുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സുള്ളതാണ്, PK കുഞ്ഞിൻ്റെ MSM കോളേജ്. അങ്ങനെ ഒരു പിന്നെ എന്താണ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെ എന്നെ ഇവിടെ കൊണ്ടാക്കി. കായംകുളത്ത് 3 വർഷം അവിടെ പഠിച്ചു. അപ്പോൾ എക്കണോമിക്സാണ് എടുത്തത്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ മോഹം തന്നോണ്ട് എന്നെ കൊണ്ടൊരു IAS കാരനാക്കുക എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ രാഷ്ട്രീയവും പിന്നെ പ്രവർത്തനവും ഇലക്ഷനും ഒക്കെ ആയിട്ട് വന്നു. ഞാനങ്ങ് ഉഴപ്പി ശരിക്കും. പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷേ ഭാഗ്യത്തിന് കുറച്ച് വേറെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതുകൊണ്ടൊക്കെ ഒരുമാതിരിയൊക്കെ രക്ഷപ്പെട്ടു. ഇംഗ്ലീഷിന് 2nd ക്ലാസ് കിട്ടി. പക്ഷേ എക്കണോമിക്സിന് 3rd ക്ലാസ്സും ഒക്കെ ആയിട്ട് അവിടെയും പുള്ളിയുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എൻ്റെ മനസ്സ് മൊത്തം വേറെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നു. അപ്പോൾ 3rd ക്ലാസ്സുകാരന് MA എക്കണോമിക്സിന് പോകാനൊക്കത്തില്ല. പക്ഷേ ഭാഗ്യത്തിന് ഈ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷിന് സെക്കൻഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഫാത്തിമ കോളേജിൽ MAക്ക് എനിക്ക് ഇംഗ്ലീഷിന് അഡ്മിഷൻ കിട്ടി. MA ലിറ്ററേച്ചർ. അവിടെയും ഇത് തന്നെ കഥ ആവർത്തിച്ചു. അങ്ങനെ MA കഴിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഉടനെ കൊണ്ടുവന്ന് IAS കോച്ചിങ് സെൻ്ററിൽ കൊണ്ട് ചേർത്ത് ട്രിവാൻഡ്രത്ത്. IAS കോച്ചിങ് എൻ്റെ സഹോദരിയുണ്ട്, അവിടെ സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഹോസ്റ്റലൊന്നും നിർത്തത്തില്ല, വളരെ സ്ട്രിക്റ്റാണ്, പോക്കറ്റ് മണിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കണിയാപുരം രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വലിയൊരു സാഹിത്യകാരനും രാഷ്ട്രീയ നേതാവൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ലോക്കൽ ഗാർഡിയൻ പോലായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ അടുത്ത സുഹൃത്താണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രകാശൻ തന്നെ വിളിക്കുന്ന വീട്ടിൽ വിളിക്കും. പ്രകാശൻ മത്തായിക്കുട്ടി ആശാന് എന്തായാലും പോക്കറ്റ് മണിയൊക്കെ കുറച്ചെന്ന് എനിക്കറിയാം, ഞാൻ ഇച്ചിരി പോക്കറ്റ് മണി ഉണ്ടാക്കി തരാം. ശങ്കേഴ്സ് കോളേജിൽ വന്ന് പഠിപ്പിക്കുക. അവിടെ കോളേജ് ഗോയിങ് പാരൽ കോളേജാണ്. 5000 പിള്ളേർ പഠിക്കുന്നുണ്ട്, കോളേജിലെ പിള്ളേർ. ഞാൻ ശങ്കരൻ നായർ സാറിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ടെസ്റ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് പഠിപ്പിക്കാൻ എനിക്ക് അവിടെ നല്ല ശമ്പളമൊക്കെ തന്നു. പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ MAക്ക് പഠിച്ച ലിറ്ററേച്ചർ പഠിക്കാൻ തുടങ്ങിയത്. കാരണം കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഇത് ശരിക്കും ഷേക്സ്പിയറിൻ്റെ അതൊക്കെ ശരിക്കും വായിച്ച് പഠിച്ചാലേ ഒക്കെ ഇതുള്ളൂ. ഉഴപ്പി നടന്നത് എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടതൊക്കെ ജയിച്ചത്. അങ്ങനെ അതായപ്പോഴത്തേക്ക് IAS പഠിത്തം ഉഴപ്പി. അത് ഫാദറിന് വലിയ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കേഴ്സ് കോളേജിലെ അധ്യാപകരെല്ലാം കൂടെ വലിയ സമരം ചെയ്തു. കാരണം അവർക്ക് ഷെയറിൽ ലാഭവിഹിതം കൊടുക്കാമെന്ന് അദ്ദേഹം നേരത്തെ അറിയാതെ പറഞ്ഞു. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അത് വലിയ സമരമായിരുന്നു. ആ സമരം കൊണ്ട് ശങ്കേഴ്സ് പൂട്ടി. അപ്പോൾ ആ സമരത്തിന് നേതൃത്വ നിരയിലേക്ക് ഒക്കെ എന്നെയും പിടിച്ചിട്ടുകൊണ്ട് ശങ്കരൻ നായർ സാറിനും എന്നെ അവിടെ കൊണ്ടാക്കിയ കണിയാപുരം രാമേന്ദ്രൻ അങ്കിളിനും ഒക്കെ വലിയ വിഷമമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ചതിവ് ഞാൻ ചെയ്തല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഞാൻ ആ ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ആദ്യമായിട്ടൊരു ടെസ്റ്റ് എഴുതി, ഗവൺമെൻറ് ടെസ്റ്റ്. അതിനകത്താണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ജോലി കിട്ടുന്നത്. ഈ സമരത്തിൻ്റെ തന്നെ അത് സെക്രട്ടേറിയറ്റിലേക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഓർത്ത് ഒന്നുമില്ലെങ്കിലും ഈ അനിശ്ചിതം മാറുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതറിഞ്ഞപ്പോൾ എൻ്റെ ആൻറ്റി, ട്രിവാൻഡ്രത്തുള്ള ആൻറ്റി എന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ ഒരു ഗുമസ്തനായി പോയല്ലോ, ഇതിനല്ലല്ലോ പിന്നെ നിന്നെ ഞങ്ങൾ ഇത്രയും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആൻറ്റിയാണ് എന്നെ എന്ത് ചെയ്തു USA കൊണ്ടുപോകാനായിട്ടുള്ള ബാക്കിയുള്ള ഒരുക്കിക്കൊണ്ടിരുന്നു. എന്തായാലും IAS കിട്ടുന്നില്ല. എന്നാൽ എന്നെ നിർത്താൻ അപ്പോൾ അവരെല്ലാം കൂടെ ആൻറ്റിമാർ, എൻ്റെ ഫാദറിൻ്റെ സഹോദരിമാർ, അവരുടെ മക്കളെല്ലാം USA ഉണ്ട്. അവർ എനിക്ക് ആദ്യമേ ഒരു അഡ്മിഷൻ ഒരു യൂണിവേഴ്സിറ്റി മേടിച്ചു തന്നു. അതിന് I-20 എന്ന് പറയും. അത് കിട്ടിക്കഴിഞ്ഞാൽ വിസ കിട്ടും. ആദ്യമേ എനിക്ക് തന്നത് MS in കറക്ഷൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിനാണ്, ഒഹായോ യൂണിവേഴ്സിറ്റിയിലാണ്. അതുമായിട്ട് ഞാൻ വിസയ്ക്ക് വേണ്ടി ചെന്നൈ ചെന്നപ്പോൾ അവിടുത്തെ സായിപ്പ് എന്നെ ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു,
ഇയാൾ MA ലിറ്ററേച്ചർ ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ലിറ്ററേച്ചറായിരുന്നു MS ഇൻ കറക്ഷൻസും എന്താ ബന്ധം? നിങ്ങൾക്ക് അവിടെ പോകുന്ന ജോലിക്കാണെന്ന് എനിക്ക് അറിയാതുകൊണ്ട് ഡിനൈഡ് എന്ന് പറഞ്ഞു, റിജക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ച് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സെക്രട്ടേറിയറ്റ് ജോലിയുണ്ട്. ശങ്കേഷ് അല്ല, വേറെ ഒരു ഞങ്ങൾ തുടങ്ങിയൊരു പാരൽ കോളേജുണ്ട്, മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ കുറച്ച് അവിടെ അവിടെ രണ്ടിടത്തേയും കൂടെ ശമ്പളവും പിന്നെ ട്യൂഷനും ഒക്കെ ആയി നല്ല വരുമാനമൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ആൻറ്റി എന്ത് ചെയ്താൽ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഉടനെ തന്നെ പറഞ്ഞു ദുബൈ പോയി കഴിഞ്ഞാൽ വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദുബൈയിലേക്ക് കൊണ്ടുപോയി. ദുബൈയിൽ ഒരു പോയത് പിന്നെ അന്ന് ഫ്രീ വിസ വേണമല്ലോ. എനിക്ക് കിട്ടിയത് ടൈലറിൻ്റെ വിസയാണ് കിട്ടിയത്. ദുബൈയിൽ പോയി ആ വിസ ചെന്നുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ അവിടെ കാണിച്ച് വലിയ അബദ്ധമാണ്. ഈ ടൈലറിൻ്റെ വിസ എന്ന് പറഞ്ഞാൽ അറബിക്ക് വായിക്കാമെന്ന് അറിയാവുന്നവരാണ് US കോൺസുലേറ്റിലിരിക്കുന്നത്, ഒന്നത്. രണ്ടാമത് ഞാനവിടെ ചെന്നപ്പോൾ ആണ് ഇറാൻ ഹോസ്റ്റേജ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയത്തുള്ള കൊമേനി വന്നു 80-ൽ. അവിടെ വന്ന് US എംബസിയിലെ ഉള്ള ആൾക്കാരെ എല്ലാം ഹോസ്റ്റേജസ് ആക്കി. അവിടെ വളരെ വളരെ വലിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ US അവിടെയും സെക്യൂരിറ്റി കൂട്ടി. അപ്പോൾ അവിടെ ഒന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ അവിടെ വിസ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴും ഇതേപോലെ തന്നെ കൗണ്ടറിലിരുന്ന ആ എംബസി ഉദ്യോഗസ്ഥൻ US എംബസി തന്നെ എന്നെ ഒരുമാതിരി കളിയായിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് അന്ന് കിട്ടിയ അഡ്മിഷൻ ഇതാണ്, BS ഇൻ അക്കൗണ്ടിങ് ആണ്. അത് ചോദിച്ചു, MA ലിറ്ററേച്ചറുകാരന് ഇംഗ്ലീഷുള്ള പാർട്ടി അക്കൗണ്ടിങ്ങുമായിട്ട് എന്താ ബന്ധം? അവിടെ പറ്റിയ തെളിവുകളാണ്. പിന്നെ നോക്കിയിട്ട് നീ ടൈലർ വിസയിലാണ് ഇവിടെ വന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും അത് റിജക്റ്റ് ചെയ്ത്. അങ്ങനെ എൻ്റെ ആ സ്വപ്നം, എൻ്റെ സ്വപ്നമല്ല, എൻ്റെ ഫാമിലിയുടെ സ്വപ്നം, അതായത് എൻ്റെ ആൻറ്റിമാരും എൻ്റെ ഫാദറിൻ്റെയും അമ്മയുടെയും ഒക്കെ അത് പൊളിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും വലിയ നിരാശപ്പെട്ട ദിവസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഗൾഫ് ന്യൂസ് എന്ന് പറഞ്ഞ പത്രത്തിൽ എനിക്ക് ഒരു ജോലി സാധ്യത വന്നു. അപ്പോൾ അതും യാദൃച്ഛികമായിട്ടാണ് വന്നത്. കാരണം ഞാൻ സെക്രട്ടേറിയറ്റ് ജോലി ഉള്ളപ്പോൾ വൈകുന്നേരത്ത് ഫ്രീ ആണല്ലോ. ആ സമയത്ത് എൻ്റെ കൂടെ ഉള്ള ജോലിയിലുള്ള ഷംസീൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് മനോരമയുടെ പിന്നീട് ഇവിടുത്തെ ആലപ്പുഴ ജില്ലയുടെ ഹെഡായിരുന്നു, ബ്യൂറോ ചീഫൊക്കെ ആയിരുന്നു. മരിച്ചുപോയി ഇപ്പോഴും. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി പിന്നെ പ്രസ് ക്ലബ്ബിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഇൻ ജേർണലിസം എന്ന് പറഞ്ഞു. അവിടെ ഒരു വർഷത്തേക്കാണ് അവിടെ ചെന്നു. അവിടെയും എൻട്രൻസ് എക്സാമിന് ഫസ്റ്റ് കിട്ടി ഞാൻ. പിന്നീട് അങ്ങോട്ട് ഉഴപ്പി. എന്നാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ പെട്ടെന്ന് ആരോ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഫാദറിൻ്റെ അടുക്കെ പറഞ്ഞു. ഫാദർ അവിടെ ചെന്ന് അവിടുത്തെ ഡയറക്ടറെ കണ്ട്, അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ബ്യൂറോ ചീഫായിരുന്ന ജോൺ സാറായിരുന്നത്. അദ്ദേഹം ഉടനെ നല്ലൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് അയച്ചു തന്നു. അതുകൊണ്ട് കൊടുത്തപ്പോഴാണ് ജോലി കിട്ടിയത്. സബ് എഡിറ്റർ ട്രെയിനിങ് ആയിട്ട് കിട്ടി. ആദ്യമേ അത് കിട്ടുന്നിടം വരെ അവരെന്നെ ഒരു പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിരുന്നു. ഇത് കൊടുത്തു കഴിഞ്ഞോണ്ടേ, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞോണ്ട് അവർ എനിക്ക് എന്നെ സബ് എഡിറ്റർ ട്രെയിനിങ് ആക്കി മാറ്റി. അത് ഒരു മാസത്തിനകം സംഭവിച്ചതാണ്. അങ്ങനെയാണ് യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച അന്ന് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നുമല്ല നടന്നത്, ഇങ്ങനെ എത്തപ്പെട്ടത്. പിന്നെ ഗൾഫ് ന്യൂസിൽ നിന്ന് പിന്നെ അവിടെ 10 വർഷം. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മാറി വേറൊരു ബിസിനസ് മാഗസിനിൽ ചേർന്നു. അത് കഴിഞ്ഞ് വേറൊരു അബുദാബിയിൽ നിന്ന് ഇറങ്ങുന്ന ഗവൺമെൻറ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, എമിറേറ്റ്സ് ന്യൂസ് എന്ന് പറയും. അവിടെ 2 വർഷം. അപ്പോൾ കാരണം ഗൾഫ് ന്യൂസിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് ആർക്കും കൊടുക്കാത്ത രീതിയിൽ എന്നെ 2 വർഷത്തേക്ക് റൈവൽ ന്യൂസ് പേപ്പറിൽ ചെയ്യാൻ പാടില്ലെന്ന് വിലക്കി. ഗൾഫ് ന്യൂസിൽ നിന്ന് ഞാൻ കലീസ് ടൈംസിലോട്ട് പോകാൻ പാടില്ല 2 വർഷത്തേക്ക്. അപ്പോഴാണ് ഈ ബിസിനസ് മാഗസിനിൽ കയറിയത്. അപ്പോൾ അതിന് വിലക്കൊന്നും ബാധകമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ഗവൺമെൻറ് ന്യൂസ് പേപ്പറിൽ കയറുന്ന ഈ വിലക്ക് അവിടെയും ബാധകമല്ല. അങ്ങനെയാണ് എമിറേറ്റ് ന്യൂസിൽ കയറി. എന്തായാലും 2 വർഷവും 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല 2.5 വർഷമായപ്പോഴത്തേക്ക് കലീസ് ടൈംസിൽ ഞാൻ കയറുന്നു. അപ്പോൾ ഞാനവിടെ കയറിയിട്ട് ഇപ്പോൾ 23 വർഷം കഴിയുന്നു. 33 വർഷം കഴിയുന്നു. 1992 ഞാൻ കലീസ് ടൈംസിൽ കയറുന്നു. ഇത്രയും വർഷം അവിടെ ആയിട്ട് ഇപ്പം എൻ്റെ സാധാരണ റിട്ടയർമെൻറ്റ് സമയം 60 ഇപ്പം ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇങ്ങനെ ഓരോ പൊസിഷനൊക്കെ തന്ന് ഇത്രയും നാൾ. അങ്ങനെയാണ് എൻ്റെ പത്രപ്രവർത്തന സംഭവം. അപ്പോൾ സാർ, ഈ ദുബായിലുള്ള ഒരു മാധ്യമപ്രവർത്തന രീതിയും ഒരുപക്ഷെ സെൻസർഷിപ്പുകളുള്ള മാധ്യമപ്രവർത്തന രീതിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഈ സാർ ഇവിടെ സാർ നോക്കി കാണുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടുത്തെ ഒരു പത്രപ്രവർത്തന രീതി എങ്ങനെയാണ്, ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം സാറിന് ചോദിക്കാറുള്ളത്. അവിടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ, പിന്നെ എന്തുവാണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയും.
ഈ ആൾക്കാരെ വിമർശിക്കുകയും പിന്നെ പഴിയാരിക്കൊണ്ട് അവരെ ഓരോന്ന് ഇല്ലാത്ത രീതിയിലുള്ള സെൻസേഷണലിസം കാണിക്കുന്നതും അല്ലല്ലോ പത്രപ്രവർത്തനം. നല്ല പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് അവിടെ യാതൊരു സ്വാതന്ത്ര്യക്കുറവുമില്ല. എന്ത് വേണം. പക്ഷേ അവിടെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ സ്വയം അറിഞ്ഞ് ആരും ഇതുവരെ എന്നെ സെൻസർ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു പിന്നെ ഔചിത്യബോധം ഉണ്ടല്ലോ. ഔചിത്യം അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഒരു രാജ്യത്ത് അവിടുത്തെ ഗസ്റ്റായിട്ട് അവരുടെ താമസിക്കുന്നു. അപ്പോൾ അവരെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അവിടുത്തെ റിലിജിയൻ, അവിടുത്തെ റൂളിംഗ് ഫാമിലി, അവിടുത്തെ സർക്കാർ, ഇവരെ ഒന്നും വിമർശിക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം അവരെല്ലാം നല്ല പോസിറ്റീവായിട്ട് ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് വെൽഫെയർ മെഷേഴ്സ് എല്ലാം ജനങ്ങൾക്ക് എല്ലാം നല്ല ഏതൊക്കെ രീതിയിൽ പ്രവാസികളുടെയും സ്വദേശികളുടെയും ജീവിതം ശരിയാക്കുന്ന രീതിയിലാണ് അവർ അന്ന് മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് എന്തോ വിമർശിക്കാനാണ്. അതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്തോ ഭവിഷ്യത്തു നിന്ന് നമ്മൾ ആരെയും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല അവർ. പക്ഷെ നമ്മൾ സ്വയം അങ്ങ് നിയന്ത്രിക്കുകയാണ്. നമുക്ക് തന്നേക്കുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. സ്വാതന്ത്ര്യം, പത്രപ്രവർത്തന സ്വാതന്ത്ര്യവും ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് ദുരുപയോഗപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ പിന്നീട് ഒരുപാട് കോലാഹലങ്ങൾ പ്രശ്നമാണ്. അപ്പം ഇപ്പം എൻ്റെ പലരും ചോദിച്ചു അവിടെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കും. ആരും ഇതുവരെ ഞങ്ങളുടെ പത്രം അടച്ചു പൂട്ടിയിട്ടില്ല. ചില കാര്യങ്ങളുണ്ട്, അവിടുത്തെ ചില നിയമങ്ങളുണ്ട്. റിലിജനെതിരായിട്ട് ഒരു റിലിജനെയും മോശപ്പെടുത്തുന്ന രീതിയിൽ എഴുതാൻ പാടില്ല. ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു വ്യക്തിഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുകൊണ്ട് ഒരു ന്യൂസ് ചിലപ്പം വരികയാണ്, അതിനകത്ത് പുള്ളിക്ക് അപമാനകരമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചെന്ന് വേണേൽ കോടതിയെ സമീപിക്കാം. അതിനൊരു ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ ഈയിടെ മോഹൻലാലുമായിട്ട് ഏർപ്പെട്ട ഒരു സംഭവമാണ്. അത് വേണമെങ്കിൽ ഞാൻ പറയപ്പെടും. അപ്പം അവിടുത്തെ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, വലിയ ഒരാളാണ്, ബില്യനറാണ്. എൻ്റെയും സുഹൃത്താണ്, മോഹൻലാലിൻ്റെയും സുഹൃത്താണ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ അവിടുത്തെ ബിസിനസ് സാമ്രാജ്യം പെട്ടെന്ന് പൊളിഞ്ഞു. അദ്ദേഹം USA പോയി. ദിലീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ പിന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് ഗ്രീൻ പിന്നെ അതുണ്ടല്ലോ എക്കോണമി, പിന്നെ ഗ്രീൻ ബിൽഡിങ് ആദ്യമായിട്ട് UAE കൊണ്ടുവന്ന പുള്ളിയുടെ ടെക്നോളജിയാണ്. ആദ്യത്തെ ഒരു ഗ്രീൻ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പസഫിക് കൺട്രോൾസ് എന്നായിരുന്നു എൻ്റെ പേര്. അദ്ദേഹത്തിന് ഇങ്ങനെ പോകേണ്ടി വന്നപ്പോൾ പോയി കഴിഞ്ഞുകൊണ്ടാണ് അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ തകർച്ചയുടെ പിന്നിൽ അവിടുത്തെ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായിരുന്ന ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു എന്ന് കണ്ടിട്ട് ഒരു ന്യൂസ്. അപ്പോൾ ശ്രീനിവാസൻ ഈ പൈസ ഇത്രമാത്രം മാറ്റി മലേഷ്യയിലോ സിംഗപ്പൂരിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള റെക്കോർഡുകളും കേസുകളും ഒക്കെ ആയിട്ട് വന്നു. അപ്പം എൻ്റെയൊക്കെ പറഞ്ഞു അതൊരു വാർത്ത കൊടുക്കാൻ ഒക്കുമെന്ന് ദിലീപ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡൊക്കെ കിട്ടട്ടെ. അപ്പോൾ മോഹൻലാലും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒക്കുമോ, കാരണം പുള്ളിയുടെ പേര് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കേണ്ടതല്ലേ നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ 2 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു. അപ്പം ഞാൻ ഈ വാർത്ത കൊടുത്തു. അപ്പോൾ എനിക്കറിയാൻ വയ്യായിരുന്നു ആദ്യം വാർത്ത കൊടുത്തു കഴിഞ്ഞാലാണ് ആ ആൾക്കാണ് പ്രശ്നം. അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാനത് കൊടുത്തു, ഒരു പുള്ളിയുടെ ഫോട്ടോ ഇട്ട് കൊടുത്തു, അവരുടെ ഈ ശ്രീനിവാസൻ്റെ ഫോട്ടോ ഇട്ടു. അപ്പോൾ ശ്രീനിവാസനെ എന്നെ പണ്ട് മുതലേ അറിയാം. പുള്ളി നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഉടമയും എൻ്റെ സുഹൃത്തായിരുന്നു, കോണ്ടൂർ ഗ്രൂപ്പിലായിരുന്നു. അപ്പം ശ്രീനിവാസൻ ഈ പത്രം വന്നു കഴിഞ്ഞു, പത്രത്തിൽ ഈ വാർത്ത വന്നു കഴിഞ്ഞു, നല്ല എൻ്റെ വസ്തുനിഷ്ഠമായിട്ടാണ് ഞാൻ കൊടുത്തത്. അദ്ദേഹം കൊണ്ടുവന്ന് 2 മില്യൺ ദിർഹംസിന് കൊണ്ടുവന്ന് മാനനഷ്ടം കൊടുത്തു. അപ്പോൾ 2 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് പിന്നെ ഈ ഇവിടെയുള്ള പിന്നെ കുറച്ച് വക്കീലന്മാർ അതിനു വേണ്ടി ഡിഫെൻസീവായിട്ടുള്ള, അല്ല അവിടുത്തെ അറബികൾക്ക് അത്രയും എടുക്കല്ല, അവർ അതിന് ഭംഗിയായിട്ടുള്ള ദിലീപിൻ്റെയും കുറച്ച് ബന്ധത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ നിന്ന് അതെല്ലാം ചെയ്ത് ഞങ്ങളുടെ ഓഫീസിൻ്റെ ആൾക്കാരാണ്, ഖലീജ് ടൈംസിൻ്റെ ലോയേഴ്സ് തന്നെയുണ്ട്, അവർ ഡിഫെൻഡ് ചെയ്തു. അതുകൊണ്ട് ആ കേസ് തെള്ളിപ്പോയില്ലായിരുന്നെങ്കിൽ എന്നെ അവർ പിന്നെ 2 മില്യൺ കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെയൊക്കെയുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായാൽ പോലും നമ്മൾ ചില കോടതികളെ ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലാതെ പിന്നീട് ആരെങ്കിലും മിസ്ചീഫ് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കുരുത്തക്കേടുകൾ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് വാൺ ചെയ്യും. അത് ചെയ്തിട്ടുണ്ട്. മലയാളി പല പത്രപ്രവർത്തകർ 1-2 പേരെ ഒക്കെ ശരിക്കും വാങ്ങി കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഞങ്ങൾക്ക് അത്ഭുതം തോന്നില്ല. കാരണം അവർ അർഹിച്ചതാണ്. കാരണം അവർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ചെയ്യുന്നത്, മനസ്സിലായില്ല. അങ്ങനെ അതാണ് പറഞ്ഞത്, പത്രപ്രവർത്തനത്തിൻ്റെ മൂല്യങ്ങളും
ഒരു ധാർമ്മികതയൊക്കെ ഉണ്ട്. അത് വെച്ച് പോവുകയാണെങ്കിൽ അവിടെയൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സർ ഇപ്പം 80s സാർ അവിടെ ചെല്ലുന്നത്. അന്ന് വളരെ കുറച്ച് മാധ്യമപ്രവർത്തകരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ആ ആദ്യ കാലഘട്ടത്തിലെ ഒരു 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 പീരീഡ്? ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ഗൾഫ് ന്യൂസിൽ പത്രപ്രവർത്തകർ നോക്കുകയാണെങ്കിൽ കൂടുതൽ കുറച്ച് ഇന്ത്യക്കാർ, കുറച്ച് പാകിസ്ഥാനികൾ, പിന്നുള്ളതെല്ലാം ഇംഗ്ലീഷുകാരായിരുന്നു. അത് കുറച്ച് ശ്രീലങ്കക്കാരും ഉണ്ടായിരുന്നു. ശ്രീലങ്കക്കാർ നല്ല ഇംഗ്ലീഷൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നീട് അത് മാറി കുറച്ചുകൂടെ ഇന്ത്യക്കാർ കുറച്ച് കൂടുതൽ ജേർണലിസ്റ്റ് വരാൻ തുടങ്ങി. പതുക്കെ ശ്രീലങ്കക്കാരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ശ്രീലങ്കക്കാർ അധികം ഇല്ല അവിടെ. അവരവരുടെ രാജ്യത്ത് പോയി അവർ വളരെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പേരേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യ ജേർണലിസ്റ്റുകളുടെ ഒരു കൂടി അത് ഒരു സമയം വരെ കൂടിയിട്ട് ഇപ്പം അത് വീണ്ടും ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബാക്കി മൾട്ടി നാഷണൽ ഇതുവേ UAE എന്ന് പറഞ്ഞാൽ 200-ൽ പരം രാജ്യങ്ങളുടെ പൗരന്മാരുണ്ട്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നുണ്ട്, ഇതോടെ ഈ രംഗത്തുണ്ട്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ഒരു ഇന്ത്യൻ മുഖം, പണ്ട് ഗൾഫ് ന്യൂസിലും ഖലീജ് ടൈംസിലും ഒക്കെ കൂടുതൽ ഇന്ത്യക്കാരുണ്ടായിരുന്ന ഉണ്ടല്ലോ. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒത്തിരി ന്യൂസൊക്കെ വരുമായിരുന്നു. അവിടെ എപ്പോഴും ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്ത്യൻ എംബസിയിൽ നിന്ന് വിളിച്ച് നല്ല ന്യൂസ് വന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ വിളിച്ച് ചോദിക്കും. പാകിസ്ഥാനെതിരായിട്ട് എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എംബസി വിളിച്ച് ചോദിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ത്യൻ പക്ഷമാണെന്ന് പറയും, ഇന്ത്യക്കാർ പറയും പാകിസ്ഥാൻ പക്ഷം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ വളരെ വളരെ ഇൻഡിപെൻഡൻ്റായിട്ടാണ് പോകുന്നത്. എംബസികൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. അല്ലാതെ ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനോടും ഇന്ത്യക്കാരും തമ്മിൽ ഞങ്ങളുടെ ഒരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ വലിയ സംഘർഷം ഉണ്ടായ സമയത്ത് പോലും ഈ പാകിസ്ഥാനിൽ അവർക്ക് അതുപോലെ തന്നെ ക്രിക്കറ്റ് സമയം വരുമ്പോഴൊക്കെ വലിയ അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ ആ ഓഫീസിലെ അന്തരീക്ഷത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. മാത്രമല്ല ഒരു തിരിഞ്ഞു പോകുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളിലും എന്നോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാനി ജേർണലിസ്റ്റുകളാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും ജേർണലിസ്റ്റുകളായാലും അവരോടൊക്കെ സാറ് സംസാരിക്കുമ്പം ഒരു തുറന്ന മാധ്യമ പ്രവർത്തനത്തിനൊക്കെ ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തൊക്കെ ഒരു അനുമതി ഉണ്ടോ? എങ്ങനെ? അതായത് UAE-ലൊക്കെ നിന്നിട്ടാണെങ്കിലും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ സാറിൻ്റെ അടുത്ത് അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തെയൊക്കെ പറ്റിയിട്ട്? അവിടെ വളരെ സ്വാതന്ത്ര്യമാണ് അവരനുഭവിക്കുന്നത്. ഇന്ത്യയെ പോലെ തന്നെ ആ കാര്യത്തിൽ ഡെമോക്രാറ്റിക് സെറ്റപ്പാണ് ഈ മാധ്യമ പ്രവർത്തകർ. അവിടുന്ന് നല്ല കുറച്ച് വളരെ എൻ്റെ 1-2 എഡിറ്റേഴ്സ്, നല്ല എഡിറ്റേഴ്സ്, അതായത് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വന്നത് അന്നത്തെ സമയത്ത്. അത് പിന്നെ ഈ 80s വന്നതാണ്. പാകിസ്ഥാനിൽ വന്നാണ് നല്ല ഒരു ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റസ് ഉള്ള ആൾക്കാരാണ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിഹാൽ സിംഗ്, പിന്നെ വിക്രം വോറ അങ്ങനെയുള്ള വലിയ മിടുക്കരായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. സാർ ഒരു സാമ്പത്തിക നിരൂപകനൂടെയാണ്. അങ്ങനെ വരുമ്പം ഒരുപാട് രാജ്യങ്ങളെ സാർ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടാവും, എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഒരു GDP-യും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ എസ്പെഷ്യലി GDP-യും മറ്റു രാജ്യങ്ങളുടെ GDP-യും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സാറിന് ഉണ്ടാകുന്ന ഒരു വലിയ വളരെ വളരെ പിന്നെ നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കഴിഞ്ഞ ഒരു 1991 ശേഷം ആണ് ഇന്ത്യയുടെ ഒരു കുതിപ്പ് തുടങ്ങിയത്. അന്ന് പിന്നെ LPG എന്ന് പറയും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആ ഒരു രീതിയായിട്ടാണ് മൻമോഹൻ സിംഗ് മുന്നോട്ട് വരുന്നത്. നരസിംഹറാവുവിൻ്റെ അല്ലെ VP സിംഗിൻ്റെ സമയത്തൊക്കെയാണ് അതിന്. അതിനുശേഷമാണ് അതുവരെ വളരെ അവശതയിലിരുന്ന ഇന്ത്യയുടെ ഒരു ചെറിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന എവിടെയാണ്. അപ്പോൾ 80കളിൽ ഇന്ത്യയുടെയും ചൈനയുടെയും GDP ഏകദേശം ഒരേപോലൊക്കെ തന്നെയായിരുന്നു. ഒരു 300-400 വർഷത്തിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ പകുതി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൂടെ ആയിരുന്നു 400 വർഷത്തിന് മുമ്പ്. ഒരു 22% ഇന്ത്യയുടെയും 23% ചൈനയുടെയും ആയിരുന്നു. അല്ലെങ്കിൽ ഏകദേശം അങ്ങനെ, അല്ലെങ്കിൽ 27%, ഏകദേശം 50%ഓളം ഈ 2 രാജ്യങ്ങളുടെ ആയിരുന്നു, ചൈനയുടെയും ഇന്ത്യയുടെയും ആയിരുന്നു. പിന്നീടാണല്ലോ പിന്നെ വിദേശാധിപത്യം ഇവിടെ വന്നു. അവരിവിടെ നമ്മളെ ശരിക്കും ലൂട്ട് ചെയ്ത് ഇവിടെ നശിപ്പിച്ച് പോയപ്പോഴാണ് ഇന്ത്യ ഏറ്റവും പാപ്പരായി. പിന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും ഈ GDP വെച്ച് നോക്കുകയാണെങ്കിൽ US, ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ സമ്പത്ത് വളരെ വന്നപ്പോഴത്തേക്ക് വളരെ താന്നുപോയി. അപ്പോൾ 80കളുടെ ഏകദേശം
അല്ലെങ്കിൽ 70കളുടെ മധ്യത്തിലൊക്കെ ഇന്ത്യയുടെയും ചൈനയുടെയും ഒരേപോലെ നിന്നിട്ട് പിന്നീടുള്ള ചൈനയുടെയുള്ള വളർച്ച അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയായിരുന്നു. അതിവേഗമായിരുന്നു. വളരെ ഗംഭീരമായിട്ട്. ഇന്ന് അത് കഴിഞ്ഞ് പക്ഷേ കഴിഞ്ഞ 91-ന് ശേഷമുള്ള ഈ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ, നമ്മുടെ പിന്നെ ലൈസൻസ് രാജൊക്കെ മാറി ഇന്ത്യൻ എക്കോണമിക്ക് പുതിയൊരു നവോത്ഥാനം വന്നു. അങ്ങനെ അങ്ങോട്ട് വന്നു. പിന്നെ BJP ഗവൺമെൻറ് അതിനുശേഷം വന്നു. അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്തും ആ മൊമെൻറ്റം കീപ്പ് ചെയ്തു. പിന്നീട് മോദിജി സർക്കാർ വന്നതിന് ശേഷം അതിന് വലിയൊരു അതിനെ ഒന്നുകൂടെ അതിനൊരു ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കുതിപ്പ് വന്ന് ഇന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. ഇപ്പം മാറിയെന്ന് വെച്ചാൽ ജപ്പാനെ മാറ്റിയിട്ട് ഇപ്പം 4ാമത്തെ ആയി. ജപ്പാനെ ഓവർടേക്ക് ചെയ്തിട്ട് ഇപ്പം US, ചൈന, പിന്നെ ജർമ്മനി ആൻഡ് ഇന്ത്യ. അപ്പം ഇനി ഒരു 1.5 വർഷം കൊണ്ട് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. പക്ഷേ ഇപ്പം ഇന്ത്യയും ചൈനയായിട്ടുള്ള ഒരു അന്തരം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടന ഇപ്പം $4.2 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലക്ഷം കോടി അല്ലെങ്കിൽ 4.25 ലക്ഷം കോടി ആണ് ഇന്ത്യയുടെ സമ്പദ്ഘടന. ചൈനയുടെ എത്രയാണെന്നറിയോ? അതിൻ്റെ 5 ഇരട്ടിയാണ്. ഒരു കമ്പാരിസണും ഇല്ല. ചൈന അത്രമാത്രം. എന്നാൽ ജനസംഖ്യയിലോ ഏകദേശം ഒരേപോലെയാണ്. ഇന്ത്യ ഇപ്പം മോസ്റ്റ് പോപ്പുലസ്. ഇപ്പോൾ ചൈനയുടെ ഒരു അസാമാന്യമായിട്ട്, അതായത് ഒരിക്കലും അവരും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടിപ്പോയി. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ മാത്രമല്ല ഇതൊരു അത്ഭുതവുമില്ല. ഞാൻ വേറെ ഒന്നും വെച്ച് പറയില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റാണ്. ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ശാപമായിരുന്നു പോപ്പുലേഷൻ. അന്നൊക്കെ 60കളിലൊക്കെ നമുക്കൊന്നും ഒത്തിരി റേഷൻ പോലും കിട്ടാതെ ഒത്തിരി പട്ടിണി ഉണ്ടായി. പിന്നീട് ഇവിടെ നടന്നത് എന്താണ്? ഒരു കാർഷിക വിപ്ലവവും ധവള വിപ്ലവവും രണ്ടും കൂടെ വന്ന് ഇന്ത്യയുടെ ആ പട്ടിണി അങ്ങ് മാറി. പിന്നെ മാത്രമല്ല പിന്നീടുള്ള നമ്മുടെ ഇന്ത്യയുടെ ആ സോഫ്റ്റ് പവർ, അതായത് നമ്മുടെ ആൾക്കാരുടെ IT പ്രാഗൽഭ്യവും കഴിവും ഒക്കെ വന്ന് ഇന്ത്യ വേറൊരു തലത്തിലേക്ക് വന്നു. പക്ഷേ എന്നാൽ തന്നെയും അവിടെ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡുണ്ട്. ഇത് അത്ഭുതപ്പെടാനുള്ള കാര്യമില്ല. കാരണം ഇത്രയും പോപ്പുലേഷൻ, അതുമാത്രമല്ല ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഏകദേശം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ, അതായത് ഇപ്പം 142 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 70 കോടിയോളം ജനങ്ങൾ ഇപ്പോഴും ചെറുപ്പക്കാരാണ്, 40 വയസ്സിന് താഴെയാണ്. ജോലി ചെയ്യാൻ ഉള്ള ആൾക്കാരാണ്, യങ് പോപ്പുലേഷനാണ്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ഔട്ട്പുട്ട് കൂട്ടിയാണല്ലോ എക്കോണമി പറയുന്നത്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതൊരു അത്ഭുതത്തിന് ന്യായമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ് ഈ ഗ്രോത്ത്. ഇത് പോരായിരുന്നു. അപ്പോൾ ചൈനയ്ക്കും ഇതുപോലെ തന്നെ ആൾക്കാരുണ്ട്. പക്ഷെ ചൈന എന്തുകൊണ്ട് ഇന്ത്യക്കായാലും ഒരു 4-5 മടങ്ങ് കൂടി ശക്തി പ്രാപിച്ച് പോയി. അപ്പോൾ അവിടെ വരുന്നതാണ് അത് അവരുടെ ആ ഒരു വിഷനും അവിടുത്തെ പ്രത്യേക ഭരണ സംവിധാനത്തിൻ്റെതാണ്. നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു പിന്നെ കമ്മ്യൂണിസം എന്ന് പറയാൻ തന്നെ ഒരു ക്യാപിറ്റലിസവും ഡിക്റ്റേറ്റർഷിപ്പും കൂടി ചേർന്ന് പാർട്ടിയുടെ ഡിക്റ്റേറ്റർഷിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ സമരങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അവരുടെ ഫോക്കസ് ഇത് മാത്രമാണ്. ലോകത്തിലെ ഇപ്പം 2ാമത്തെ സാമ്പത്തിക ശക്തിയാണെങ്കിലും ഒരു 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനകം അവർ ലോകത്തിലെ നമ്പർ 1 USA മറികടന്ന് പോകും. അത് സംശയം. ഇപ്പോൾ ആൾറെഡി അവർ കഴിഞ്ഞു. എങ്ങനെയാണെന്നറിയാം, പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറഞ്ഞൊരു അളവുപോലുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ആൾറെഡി US-നെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. പർച്ചേസിങ് PPP എന്ന് പറയും. അപ്പോൾ ഇന്ത്യ എപ്പോഴും പർച്ചേസിങ് പവർ പാരിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോഴും 3ാമത്തെ ശക്തിയാണ് കേട്ടോ. പക്ഷെ അതിൽ വലിയൊരു എടുത്തു പറയാത്ത നമ്മളെല്ലാ ആൾക്കാർക്ക്, നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒക്കേഷനാണ് നമ്മുടെ 4th ആയി, നമ്മുടെ വീണ്ടും 3ാമത്തെ ആകുന്നു. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റ GDP നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. $2,800 ആണ് ഒരു മനുഷ്യൻ്റെ ഈ GDP ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. USA-യുടെ എത്രയാണെന്നറിയോ? $75,000. അപ്പോൾ ആ വ്യത്യാസം നോക്കിക്കണം. ബാക്കിയുള്ള രാജ്യങ്ങൾ UAE-യുടെ നോക്കുകയാണെങ്കിൽ $85,000 ഒരു പെർ ക്യാപിറ്റൽ GDP. കാരണം അത്ര സമ്പത്തിനെ അവിടുത്തെ പോപ്പുലേഷൻ, UAE-യിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10 മില്യനേ ഉള്ളൂ. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ
440 മില്യൺ ഇല്ലേ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കോടി ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമല്ല ഒരുപാട് അന്തരങ്ങൾ വേറെ പലതരത്തിലുള്ള ഉണ്ട്. ഇന്നിപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, സോഷ്യൽ ഇക്വാളിറ്റിയിലും ഇന്ത്യയെ ഇപ്പോൾ 4ാമത് വേൾഡ് ബാങ്ക് റാങ്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒരുമാതിരി സമത്വ കാര്യങ്ങളിലൊക്കെയാണ്. അന്ന് അത് എങ്ങനെയാണ് വേൾഡ് ബാങ്കിന് വല്ല അബദ്ധം പറ്റിയെന്ന്, കാരണം ഇവിടെയും പാവപ്പെട്ടവരും പണക്കാരും തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ. അപ്പം പക്ഷേ കേരളത്തിൽ അത്രയും ഇല്ല. ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി പാവം പിടിച്ചവരും വളരെ, ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കൊക്കെ വീടുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ വീട്ടിലും ടെലിവിഷനുണ്ട്, ജീവിത നിലവാരമൊക്കെ. അതിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫാണ്. ഗൾഫിൽ നിന്നുള്ള പ്രോസ്പെറിറ്റി ഉണ്ട്. ഗൾഫിലെ പിന്നെ ഇവിടെ നിന്നുള്ള ഓരോ ഏതൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരാളവിടെ കാണും. അതുകൊണ്ട് പണ്ട് ഞാൻ 70കളിലൊക്കെ ഞങ്ങളുടെ ആ റീജിയനിൽ, ആ ഏരിയയിൽ ഓടിട്ട വീടുകൾ തന്നെ വളരെ കുറവായിരുന്നു. ഞാൻ 80ൽ അവിടുന്ന് തിരിച്ച് വന്നപ്പോൾ അപ്പോൾ അവിടെ 1-2 വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നത്. ടെലിവിഷൻ്റെ കാര്യമോ റേഡിയോയുടെ കാര്യം പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ 80കളൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ടെലിവിഷൻ വന്നു തുടങ്ങി, ഫ്രിഡ്ജ് വന്നു തുടങ്ങി. ഒരു 90-ന് ശേഷം എല്ലാ വീട്ടിലും മോട്ടോർ സൈക്കിൾ വന്നു തുടങ്ങി. 95-96 ആയപ്പോൾ എല്ലാ വീട്ടിലും മാരുതിയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും ഓരോ കാറായി. മിക്കവാറുള്ള എല്ലാ നെയ്ബർഹുഡ് എൻ്റെ വീടിൻ്റെ ആണ്. ഇപ്പോൾ ഓരോ വീട്ടിലും 2 കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ ആ ജീവിത നിലവാരം ഒരുപാട് കൂടി. ഇതിനെല്ലാം അതിൻ്റെ എല്ലാം ഡ്രൈവിംഗ് ഫോഴ്സ്, ചാലകശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫാണ്, ഗൾഫിൻ്റെ സ്വാധീനമാണ്. ഒരുപാട് ലോക നേതാക്കളെ സാറ് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 1981 നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വിസിറ്റിന് ശേഷം വേറെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല, പ്രൈം മിനിസ്റ്റർ ശേഷം വന്നിട്ടില്ല. 34 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വരുന്നത് ഇവിടെ UAE-ൽ. പുള്ളി വളരെ ഒരു ഹീസ് എൻ ഒറേറ്റർ, അറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയുടെ UAE-യെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പുള്ളി ആദ്യം പറഞ്ഞ വാക്കുകൾ, കരുണാകരനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അവിടെ വന്ന് നമ്മൾ ചോദിക്കുന്നത്. കരുണാകരനൊക്കെ എന്തും തയ്യാറായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ പിന്നെ അറിയാമല്ലോ, എല്ലാം തുറന്നു. പുള്ളിയുടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കേണ്ട കാര്യമില്ല. പുള്ളിയുടെ ലാംഗ്വേജ് നിനക്ക് വട്ടാന്നൊന്നാണ് ചോദിച്ചത്. അന്ന് പിണറായിയൊക്കെ 2 റോ പുറകെ ഇരിക്കുകയാണ്. ഇവർ കാനഡയ്ക്ക് പോയിട്ട് വരുന്ന സമയത്താണ് പുള്ളി താമസം കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു, പിന്നെ പുള്ളി പറഞ്ഞു എനിക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചോദിച്ചു ബ്ലഡി റാസ്കൽ എന്ന് ചോദിച്ചു. ബ്ലഡി റാസ്കൽ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ സമയത്താണെന്ന് എനിക്ക് ഇൻ്റർവ്യൂ വേണമെന്ന് ചോദിച്ചു. അത് അപ്പം